കാണുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ മറ്റു പല നാടുകളിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ ഏറ്റവും ആദ്യത്തെ സ്വപ്നം തീർച്ചയായും സയൻസ് ആൻഡ് ടെക്നോളജി മേഖല അവിടുത്തെ തൊഴിൽ സാധ്യതകളെ കുറിച്ച് ഒന്നല്ല കാര്യം പറയുന്നത്. ജിയോ എന്ന കമ്പനിയുടെ, റിലയൻസ് എന്ന കമ്പനിയുടെ ഉപ കമ്പനികളുടെ വിഭാഗങ്ങളിൽ സയൻസ് ആൻഡ് ടെക്നോളജി മേഖലയിൽ എത്രയോ വിദഗ്ധന്മാരും പ്രമാണിമാരും ജോലി ചെയ്യുന്നതാണ്. മുകേഷ് അംബാനിയേക്കാളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മക്കളെക്കാളോ വിദ്യാഭ്യാസവും വിവരവും പാണ്ഡിത്യവുമുള്ള എത്രയോ ആയിരക്കണക്കിന് പ്രതികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ടാവും. റിച്ചാർഡ് ബ്രാൻസന്റെ സ്പേസ് കമ്പനിയിൽ, വെർജിൻ ഗാലക്റ്റിക് എന്ന് പറയുന്ന കമ്പനിയിൽ എനിക്കറിയാം ഇപ്പൊ ആളുകള് വരുന്നത് മുഴുവൻ നാസയിൽ നിന്ന് റിസൈൻ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുന്നത്. മിനിയാന്നൊരു മെയിൽ എനിക്ക് വന്നിരുന്നു, ഇന്നയാള് നാസയിൽ നിന്ന് നമ്മുടെ ജോയിൻ ചെയ്തിരിക്കുന്നു. 9ാം ക്ലാസ് പാസ്സാകാത്ത റിച്ചാർഡ് ബ്രാൻസന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ നാസയിലെ ശാസ്ത്രജ്ഞന്മാർ നിൽക്കുകയാണ്. സംരംഭകത്തിന്റെ കരുത്താണ് ഈ കാണിക്കുന്നത്. അത് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ കേരള സമൂഹത്തെ നമുക്ക് രൂപാന്തരപ്പെടുത്താനോ പഠിപ്പിച്ചെടുക്കാനോ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ് കേരളം ഇന്ന് നേരിടുന്ന വെല്ലുവിളികൾ. ഇപ്പോ ഞാൻ വന്നപ്പോ സാധന പറയല്ലേ, വലിയ ആഗ്രഹങ്ങളുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇത് ലോക നിലവാരമാകണം. ഒറ്റപ്പെട്ടോട് പൈസ ഇല്ല. ഞാൻ പ്ലാനിംഗ് ബോർഡിന്റെ മെമ്പർ കൂടിയാണ്. എനിക്കറിയാം നേരിടുന്ന പ്രശ്നം എന്താണ്. സാറിപ്പോ അവരുടെ കണക്ക് ചോദിച്ചു, പ്ലാനിംഗ് ബോർഡ് മുമ്പ് പോകാറില്ലേ ചോദിച്ചു. കാശില്ലാതെ എന്ത് പ്ലാനിംഗ്? കാശില്ലാന്നുള്ളത് സത്യമാണ്, കാശില്ലാന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാശില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ സ്വപ്നങ്ങളുള്ളോ ദൈനംദിന കാര്യങ്ങൾ നടന്നു പോകുന്നുള്ളതല്ലാതെ വലിയ സ്വപ്നങ്ങൾ കാണാൻ വലിയ പണം വേണം. ഈ പണം ഉണ്ടാകണമെങ്കിൽ നമുക്കറിയാം, സർക്കാരിന് പണം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ടാക്സ് വേണം. ടാക്സ് ആണല്ലോ സർക്കാരിന്റെ വരുമാനം, മറ്റൊന്നുമല്ല. സർക്കാർ ചായക്കട നടത്തിയിട്ടൊന്നും ലാഭത്തിലാവില്ല. സർക്കാരിന് ടാക്സ് ആണ് വേണ്ടത്. ആരാണ് ടാക്സ് കൊടുക്കുക? ആരാണ് ടാക്സ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്? ഏറ്റവും പണം ഉണ്ടാക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്നത്. അപ്പൊ ഏറ്റവും പണം ഉണ്ടാക്കുന്ന ആളുകളെ സൃഷ്ടിക്കലാണ് ഒരു സ്റ്റേറ്റ് ചെയ്യേണ്ടത്. ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കുന്ന തമിഴ്നാട് സ്റ്റാർട്ട് ചെയ്ത് നോക്കും. അവിടെ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക. ഏത് രാജ്യത്തും ഏത് കമ്പനി വന്നാലും എല്ലാ സൗകര്യങ്ങളും കൊടുക്കുക. അല്ലെങ്കിൽ ഇവിടെ നിന്ന് കേരളത്തിൽ തന്നെ പല സ്റ്റേറ്റുകളും ആളുകൾ അങ്ങ് കൊണ്ടുപോകുന്നതിന്റെ കഥകളൊക്കെ വേണ്ടത്. എന്തുകൊണ്ടാണ്? എത്ര സംരംഭകരാണ് വന്നാലും അവർ ലാഭം ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ആ ലാഭത്തിന്റെ 30-40% സ്റ്റേറ്റിനുള്ളതാണെന്ന് ഏതൊരാൾക്കും അറിയാം. ഏത് സംരംഭത്തിന്റെയും ലാഭത്തിന്റെ 30-40% ബാക്കിയൊക്കെ ആ സ്റ്റേറ്റിന് വേറെ ഒത്തിരി കിട്ടും. കറണ്ടിന്റെ ചാർജായിട്ട് കിട്ടും, വെള്ളത്തിന്റെ കരമായിട്ട് കിട്ടും, കെട്ടിട നികുതിയായിട്ട് കിട്ടും, എംപ്ലോയ്മെന്റ് കൊടുക്കുന്നതിന്റെ പേര് കിട്ടുന്നത് കിട്ടും. 1000 മേഖലകൾ വേണമെങ്കിലും ഇതൊന്നുമല്ലാതെ വളരെ സോളിഡായിട്ട് ആ കമ്പനി ഉണ്ടാക്കുന്ന ലാഭത്തിന്റെ 30% മുതൽ 40% വരെ പലവിധ ടാക്സ് ആയിട്ട് സ്റ്റേറ്റിന് കിട്ടും. അതായത് സന്തോഷ് കുളങ്ങര 1 കോടി രൂപ ലാഭം ഈ വർഷം ഉണ്ടാക്കിയാൽ സർക്കാരിന് അതിനകത്ത് 30 ലക്ഷം രൂപ കിട്ടുമെന്ന് ഉറപ്പാണ്. സർക്കാർ ഒന്നും ചെയ്യണ്ട, ഞാൻ കൃത്യമായിട്ട് ടാക്സ് അടയ്ക്കണമെന്ന് ഉറപ്പിയാൽ മാത്രം മതി. ഇത്രയും സാധ്യതകളെയാണ് നമ്മൾ ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് വേണ്ടാന്ന് വെച്ചത്. സംരംഭകനെ വളർത്താൻ നമ്മൾ ശ്രമിക്കാത്തതുകൊണ്ട് സംഭവിച്ചു പോയത്. നിങ്ങൾ ഓരോരുത്തരും ഓരോ സംരംഭകരാകുകയും വർഷമായി 8-10 കോടി രൂപയുടെ സംരംഭം ഉണ്ടാകുകയും ചെയ്താൽ ആ 10 കോടി രൂപയുടെ ലാഭം ഉണ്ടാകുന്നതിന്റെ 30% സ്റ്റേറ്റിന് അവകാശപ്പെട്ടതാണ്, അല്ലെങ്കിൽ രാഷ്ട്രത്തിന് അവകാശപ്പെട്ടതാണ്. ഇങ്ങനെയാണ് വളരേണ്ടത്. അപ്പൊ സംരംഭകരെ സൃഷ്ടിക്കുക എന്നതിന് പകരം ജീവനക്കാരെ സൃഷ്ടിക്കുന്ന വ്യവസ്ഥയെ നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അവിടെയാണ് ഈ പറഞ്ഞ സ്ഥാപനത്തിന്റെ ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്ററിന്റെ സാധ്യത എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതാണ് ഇവിടെ ചെയ്യുന്നത്. അതിന് കൂടുതൽ വളർച്ച ഉണ്ടാവണം. ആ മട്ടിൽ നമ്മുടെ പുതിയതാകട്ടെ മറ്റെല്ലാ സ്കൂളുകളിലുള്ള ആളുകളെ സംരംഭകരാക്കി മാറ്റുന്ന ഒരു പ്രവർത്തനത്തിന് തീർച്ചയായിട്ടും ത്വരിതപ്പെടുത്തേണ്ടതുണ്ട്. ഞാൻ രാധാകൃഷ്ണൻ സാറിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇത് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഇനിയും ഉണ്ടാവും. നമ്മൾ ഓരോ വിദ്യാർത്ഥിയും ഓരോ സംരംഭകനാക്കി മാറ്റുക. ലോകം, ചൈന, അമേരിക്ക, ലോകത്തിലെ പല വൻശക്തികളും അവരെങ്ങനെ വൻശക്തികളായി? അവരുടെ സംരംഭകരുടെ കരുത്തിലാണ്. അമേരിക്കയെ കുറിച്ച് നമ്മൾ എത്രയൊക്കെ കുറ്റം പറഞ്ഞാലും നമ്മൾ എല്ലാ ദിവസവും എല്ലാ മാസവും ഒരു നിശ്ചിത തുക അമേരിക്കയിൽ കൊടുക്കുന്നുണ്ടെന്ന് അറിയാവോ?